ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 13. പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങുന്നു. ഇന്നത്തെ വർക്ക് നമുക്ക് ഒറ്റപ്പാലം മായന്നൂര് ഭാഗത്തായിരുന്നു. രാവിലെ തന്നെ വർക്കിനായിട്ട് ഇറങ്ങി. പോകുന്ന വഴിയിലാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടത്. അതെ ഗൈസ്, നമ്മളുടെ ഭാരതപ്പുഴയാണ് ഈ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ ഏതോ മരുഭൂമി പ്രദേശമായിട്ടോ ഇടയ്ക്കെപ്പോഴോ വലിയ തോതിൽ വെള്ളം വന്നു പോയ വരണ്ട പ്രദേശമായിട്ടോ തോന്നിയേക്കാം. പക്ഷേ ഗൈസ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭാരതപ്പുഴയുടെ കാഴ്ച. ഭാരതപ്പുഴ ഇങ്ങനെ കൺമുൻപിൽ നേരിട്ട് കണ്ടപ്പോൾ പണ്ട് PSC ക്ലാസ്സിലും സ്കൂളിലും എല്ലാം പഠിച്ച കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. കേരളത്തിലൂടെ ഒഴുകുന്ന പുഴകളിൽ രണ്ടാമത്തെ നീളം കൂടിയ പുഴ നമ്മളുടെ ഭാരതപ്പുഴയാണ്. വിസ്തൃതിയുടെ കാര്യത്തിലാണെങ്കിൽ 1-ാം സ്ഥാനവും ഭാരതപ്പുഴയ്ക്കാണ്. നീളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം 209 കിലോമീറ്റർ ആണ് ഇത് കേരളത്തിലൂടെ ഒഴുകുന്നത്. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തെ റെയിൽവേ പാതയിലൂടെ ട്രെയിൻ ഏതോ പോകുന്നുണ്ട്. നിറം കണ്ടിട്ട് വന്ദേ ഭാരതാണെന്ന് തോന്നുന്നു. ഓറഞ്ച് നിറത്തിലുള്ള ഏത് ട്രെയിൻ കണ്ടാലും എനിക്ക് വന്ദേ ഭാരതാണ്. ട്രെയിനിൽ പോയിട്ട് കുറെ കാലമായേ, അതുകൊണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് മായന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടക്കുന്ന പാലത്തിന് മുകളിലാണ്. ഈ ഒരു വലിയ പാലം ഉള്ളത് കൊണ്ടാണോ ഒറ്റപ്പാലത്തിന് ആ പേര് വന്നേന്നറിയില്ല. സാധ്യതയുണ്ട്. നമ്മൾക്കെല്ലാം സുപരിചിതമായ മലമ്പുഴ ഡാമും പൊള്ളാച്ചിയുടെ പരിസരത്തായി വരുന്ന നെല്ലിമേട് ഡാം, വെങ്കലക്കയം ഡാം എന്നിവയൊക്കെയാണ് ഈ ഭാരതപ്പുഴയിൽ വരുന്ന പ്രധാന ഡാമുകൾ. ഡാമുകളെല്ലാം തുറക്കുന്ന സമയങ്ങളിൽ ഈ പുഴ നിറഞ്ഞു കവിയുമെന്നാണ് തോന്നുന്നത്. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നതും ഭാരതപ്പുഴ തീരത്തുള്ള തിരുനാവായ എന്ന സ്ഥലത്താണ്. അവിടെ നിന്നും പിന്നീട് നമ്മൾ പാലക്കാട് മുണ്ടൂര് ഭാഗത്തേക്കാണ് പോയത്. ആ വഴി പോകുമ്പോൾ ഈ ബോർഡ് കണ്ടാൽ ആരും ഒന്നും നിർത്താതെ പോവില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ കടയുടെ പേരും അതിൽ വെച്ചിരിക്കുന്ന ആ കോഴിയുടെ പടവും. വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുള്ള ഈ കടയിൽ ചുവരുകളിലെല്ലാം പലതരത്തിലുള്ള കോഴിയുടെ ചിത്രവുമുണ്ട്. ചിക്കൻ മാത്രമല്ല, വേറെയും ഐറ്റംസ് ഇവിടെ ഉണ്ടെങ്കിലും ഈ ചിത്രങ്ങളെല്ലാം കണ്ട് കടയിലേക്ക് കയറുന്നവർ ആദ്യം ചിക്കൻ്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നായിരിക്കും ചോദിക്കുക. ഊണിന് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നതെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. പോരാത്തതിന് ഊണ് കഴിഞ്ഞു പോവുകയും ചെയ്തു. ഊണ് കഴിഞ്ഞു പോയതിനാൽ പിന്നീട് അവിടുത്തെ സ്പെഷ്യലായ നെയ്ച്ചോറും കാന്താരി ചിക്കനും ചിക്കൻ പൊരിച്ചതുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഈ വഴി പോകുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭക്ഷണം മുന്നിലെത്തിയപ്പോൾ എന്നിലെ യൂട്യൂബർ ഉണർന്നു. കയ്യിലുണ്ടായിരുന്ന സ്റ്റാൻഡിൽ ഫോണും വെച്ച് എല്ലാ വീഡിയോസും ഒപ്പിയെടുത്തു. അപ്പോഴേക്കും അപ്പുറത്തുണ്ടായിരുന്ന ടേബിളിലുള്ളവർക്കൊരു സംശയം, സെൽഫിയാണോ അത് അവരെയാണോ എടുക്കുന്നതെന്ന്. അത് അവർ ആ കടക്കാരനോട് ചോദിക്കുന്നതാണ് ക്യാമറയിൽ ബാക്കിൽ കാണുന്നത്. ഇത് ചെയ്യാം, എന്നെ കണ്ടപ്പോൾ യൂട്യൂബറായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കടയിലെ ഓണറും ഒരു യൂട്യൂബർ എന്ന നിലയിലാണ് എന്നെ പരിഗണിച്ചത്. കഴിച്ചു കഴിഞ്ഞാൽ അല്പം റൈസ് ബാക്കി വന്നപ്പോൾ എന്തുപറ്റി മുഴുവനും കഴിക്കാഞ്ഞത്, ഭക്ഷണം ഇഷ്ടമായില്ലേ എന്നുവരെ ചോദിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹം കാണിച്ചു. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ തണുത്തത് എന്തെങ്കിലും കഴിക്കണമെന്നുള്ളവർക്ക് തൊട്ടടുത്ത് തന്നെയായി ഒരു ജ്യൂസ് പാർലറും ഉണ്ട്. അപ്പോൾ ഈ വഴി പോകുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഓക്കെ ഗൈസ്, കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം.